ആര്യന് കുറച്ച് ബുദ്ധി കൂടിപ്പോയതിന്റെ കുഴപ്പമാണേ. അതായത് ലാലേട്ടൻ നാളെ വരുമ്പോ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, എന്റെ ക്യാപ്റ്റൻസി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ നിങ്ങളാരും ആ ലാസ്റ്റിലത്തെ ടാസ്കിന്റെ ഇത് വെച്ചിട്ട് എന്റെ ക്യാപ്റ്റൻസി ജഡ്ജ് ചെയ്യരുത്. ആദ്യം മുതലുള്ള എന്റെ പ്രകടനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ നല്ലത് തന്നെ പറഞ്ഞോണം. ഞാൻ നല്ലപോലെ എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഷാനവാസ്, അനീഷ്, ആദില നൂറ, ശാരിക, നെവിൻ, സരിക, നമ്മുടെ സാബു ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ആര്യൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് സംഭവം ആര്യന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യം ചെയ്തതൊന്നും ആരും ഓർക്കില്ല. അവസാനം ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അത് ശരിയാണ്. പക്ഷേ ആദ്യം മുതലുള്ള ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ കളിക്കാൻ അവിടെ ശ്രമിച്ചു എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. പാർഷ്യാലിറ്റി കാണിച്ച ഒരു ക്യാപ്റ്റനാണ്. അപ്പൊ ആ സമയത്ത് അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഒട്ടും പേടിക്കണ്ട കേട്ടോ, കൃത്യമായിട്ട് ആദ്യ ദിവസം മുതൽ ഇതുവരെയുള്ള സകല കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞോളാം പോരെ. അപ്പൊ ഉടനെ ഷാനവാസ് അതെന്തോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ, എന്തോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ അനീഷ് ഓരോന്ന് ഓർത്ത് വെച്ച് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. വേറെ ആരൊക്കെ സുഖിപ്പിച്ച് പറഞ്ഞാലും അനീഷ് അങ്ങനെ പറയൂല. നമുക്ക് നോക്കാം എന്തായിരിക്കും ആര്യന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ഇവരൊക്കെ പറയാൻ പോകുന്നതെന്ന്.